നമ്പർ 8, ലേൺ ടു സെൽ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് ലഭിക്കുന്ന അതല്ലെങ്കിൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന പ്രൊഫഷൻ ഏതാണ്? അതൊരു ഡോക്ടറുടെ ആണോ, അതല്ലെങ്കിൽ എഞ്ചിനീയറുടെ ആണോ, അതല്ലെങ്കിൽ കളക്ടറുടെ ആണോ? ഇതിനെല്ലാം തന്നെ അതിൻ്റേതായ സ്റ്റാൻഡേർഡുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എങ്കിൽ പോലും ഇതിലൊന്നും തന്നെ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. അൺലിമിറ്റഡ് ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള ഒരൊറ്റ പ്രൊഫഷനേ ഉള്ളൂ, അതാണ് സെയിൽസ്. സാധനങ്ങൾ വിൽക്കാനായിട്ട് സാധിക്കുക, ആ ഒരു സ്കില്ല് മാസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുക. വളരെയധികം റിച്ച് ആയിട്ടുള്ള വ്യക്തികളെല്ലാം തന്നെ ഒരൊറ്റ കാര്യത്തിൽ എക്സ്ട്രാ ഓർഡിനറി വർക്കായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. സാധനങ്ങൾ വിൽക്കുക എന്നുള്ള കാര്യത്തിൽ അവർക്ക് അവരുടെ വിഷനെ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും, അതല്ലെങ്കിൽ അവരുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസസിന്, അതല്ലെങ്കിൽ അവരുടെ സ്കിൽസിന്. ഇതുപോലുള്ള വിൽപ്പനകളിൽ അവരൊരു മാസ്റ്റർ ആയിരിക്കും. എന്നാൽ സാധനങ്ങൾ വിൽക്കുക എന്നുള്ള ഈ ഒരു സ്കില്ല് അത് കുറച്ച് ആളുകൾക്ക് മാത്രമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല, അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. 2017 ഗാരി വി ഫ്ലിപ്പ് ചലഞ്ച് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ഈ ഒരു കോൺസെപ്റ്റ് എന്തിനു വേണ്ടിയുള്ളതാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ആളുകളെ പ്രചോദിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈബേ പോലുള്ള സൈറ്റുകളിൽ അവരുടെ സാധനങ്ങൾ വിൽക്കാനായിട്ട്. അതിനർത്ഥം എന്താ? എന്തെങ്കിലും ഒരു സാധനം നമുക്ക് വിൽക്കാനായിട്ട് ആ ഒരു സാധനം നമ്മുടെ കയ്യിൽ ആദ്യം തന്നെ ഉണ്ടായിരിക്കണം. അതെല്ലായ്പ്പോഴും പോസിബിൾ ആവും എന്നാണ് ഉത്തരം. നമ്മുടെ കൈവശം നമ്മുടെ വീട്ടിലോ മറ്റോ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ അതേസമയം നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ആവശ്യമുള്ള ഒരുപാട് ആളുകൾ പുറമേ ഉണ്ടായിരിക്കും. ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ, അതല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ, അതല്ലെങ്കിൽ ഒരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ, ഇതിനെല്ലാം തന്നെ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. എന്നാൽ അതേസമയം നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഓൺലൈനായിട്ട് സെല്ല് ചെയ്യുന്നതിൽ യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റും നമുക്ക് മേക്ക് ചെയ്യേണ്ടതായിട്ടില്ല. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ വിൽക്കുന്നു, അത് ആവശ്യമുള്ളവർ വാങ്ങുന്നു, അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുന്നു. വളരെ സിമ്പിളാണ് ഈ പ്രോസസ്സ്. ഈബേ പോലുള്ള സൈറ്റ്സിൽ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ തുണികളായാലോ, അതല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആയാലോ, അതല്ലെങ്കിൽ ടോയ്സ് ആയാലോ, ഇതിനെല്ലാം തന്നെ എത്രത്തോളം വർത്ത് ഉണ്ടായിരിക്കുമെന്ന് കണ്ടെത്തുക. ഈ ഒരു പരിപാടിയുടെ പ്രത്യേകത എന്താണെന്നാൽ എല്ലാ കാലത്തും ഇതിനൊരു റെലവൻസി ഉണ്ടായിരിക്കും. ഇത് സെല്ലിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ബിഗിനർ കോൺസെപ്റ്റ് മാത്രം. ബിസിനസ് വേൾഡിൽ പ്രോപ്പറായിട്ടൊരു വിഷൻ ഉണ്ടെങ്കിൽ സ്കൈ ഈസ് ദ ലിമിറ്റ്. നമ്പർ 7, സ്റ്റോപ്പ് കെയറിങ് വാട്ട് അതർ പീപ്പിൾ തിങ്ക്. ഫോർ എക്സാമ്പിൾ, ഒരു വലിയ ബക്കറ്റിൽ ലെറ്റ്സ് സേ 50 ഞണ്ടുകൾ ഇടാണ്. ഈ ബക്കറ്റിൻ്റെ മൂടി അടച്ചിട്ടൊന്നുമില്ല, അതെല്ലാം തന്നെ തുറന്നിരിക്കുകയാണ്. ഈ ഞണ്ടുകൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കും. എന്നാൽ ആരെങ്കിലും പുറത്ത് വരുമോ? ഇല്ല. ഏതെങ്കിലും ഒരാൾ പുറത്ത് വരാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവയെ മറ്റുള്ളവർ പിന്നിൽ നിന്ന് വലിച്ച് ആ ബക്കറ്റിലേക്ക് തന്നെ ഇടും. എല്ലാവരും ഇവിടെ തന്നെ കിടന്ന് തീർന്നാൽ മതിയെന്നുള്ള ഒരു മനോഭാവത്തോടെ. ലിറ്റിൽ മൈൻഡഡ് ആയിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ ഞണ്ടുകളെ പോലെ തന്നെയായിരിക്കും. അവർക്കൊന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കുകയുമില്ല, മറ്റുള്ളവരെ കൊണ്ടൊന്നും ചെയ്യിക്കുകയുമില്ല. ഇതുപോലെ ആ ഒരു ആവറേജ് ലൈഫിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കാത്ത ആളുകൾ മറ്റുള്ളവർ അതിനു വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവരെ പിന്നിൽ നിന്ന് വിളിക്കും. അതുകൊണ്ട് തന്നെ ലൈഫിൽ എല്ലാവരെയും പ്ലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഇതുപോലുള്ളൊരു മിസറബിൾ ലൈഫായിരിക്കും നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. എല്ലാവരുടെയും സമയം ലിമിറ്റഡാണ്. ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. നമ്പർ 6, സ്റ്റോപ്പ് ബീയിങ് എൻടൈറ്റിൽഡ്. പലപ്പോഴും സാഹചര്യങ്ങളായിരിക്കില്ല നമ്മളെ ഒരു സ്ഥലത്ത് തന്നെ പിടിച്ചു നിർത്തുന്നത്, പകരം നമ്മുടെ തോട്ട് പ്രോസസ്സ് തന്നെയായിരിക്കും. യൂണിവേഴ്സിറ്റിയിൽ ഇത്രയും അധികം ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷം നല്ലൊരു ജോലി ലഭിക്കാനായിട്ട് ഞാൻ ഡിസർവിങ് ആണെന്നുള്ളൊരു ഫീല് നമുക്ക് ഒരുപക്ഷെ ഉണ്ടായെന്ന് വരും. എന്നാൽ ഇതുപോലെ ജോലി ഓഫർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ദാരിദ്ര്യത്തിലൂടെ കടന്നു പോയതിന് ശേഷം ഇതിനേക്കാൾ നല്ലൊരു ലൈഫ് ഞാൻ ഡിസർവ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഒരുപക്ഷെ ഉണ്ടായേക്കാം. എന്നാൽ മറ്റുള്ളവരുടെ പെർസെപ്ഷനിൽ നോക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ പ്രശ്നങ്ങളായിരിക്കും കൂടുതൽ വലുതായിരിക്കുക. എന്ന് വെച്ചാൽ ആളുകൾ എല്ലായ്പ്പോഴും റെസ്പെക്റ്റ് ചെയ്യുന്നത് ഇതിന് മുൻപത്തെ നമ്മുടെ റിസൾട്ടിനെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യാണ് എങ്ങനെയാണ് ഒരു പാരച്യൂട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. അന്നേരം നമ്മൾ 2 വീഡിയോസ് കണ്ടു. ഒരെണ്ണത്തിന് 500 വ്യൂസ് മാത്രമേ ഉള്ളൂ, മറ്റൊന്നിന് 500 മില്യൺ വ്യൂസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഏത് വീഡിയോ ആയിരിക്കും നമ്മൾ ക്ലിക്ക് ചെയ്യാനായിട്ട് പോകുന്നത്? തീർച്ചയായിട്ടും 500 മില്യൺ വ്യൂസ് ഉള്ള വീഡിയോ ആയിരിക്കും നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് സാംസങ്ങിൻ്റെയും ഐഫോണിൻ്റെയും മൊബൈൽ ഫോൺസ് കൂടുതൽ വിറ്റ് പോകുന്നത്. ആളുകൾ കൂടുതലായിട്ടും റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ മുൻപത്തെ റിസൾട്ടിനെ ആയിരിക്കും. ഇവിടുത്തെ പോയിന്റ് എന്താണെന്നാൽ, ശരിക്കും നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് നമ്മുടെ ഒരു പ്രൊഫൈൽ തന്നെയാണ്. നമ്മൾ വർത്തിയാണെന്നുള്ളത് മറ്റുള്ളവരെ പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കണം. ആരെയാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്? എല്ലാവരെയും ആണോ? അല്ല, നമ്മുടെ പ്രൊഫഷനായിട്ട് റിലേറ്റ് ആയവരെ. നമ്പർ 5, യുവർ ഫ്രീ ടൈം. ഒരാൾ എൻ്റർപ്രണർഷിപ്പിലേക്ക് കടക്കുന്ന സമയത്ത് അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കില്ല ചെയ്യേണ്ടി വരുന്നത്. പകരം അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതെല്ലാം തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ബിസിനസ് തുടങ്ങി എല്ലായ്പ്പോഴും പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്ന് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. അത് അത്രയും എളുപ്പമായിരുന്നെങ്കിൽ എല്ലാവർക്കും ചെയ്യാനായിട്ട് സാധിച്ചേനെ.
അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാനായിട്ട് പോകുന്നത് അത് നമ്മുടെ ഫ്രീ ടൈം തന്നെയായിരിക്കും. എന്നാൽ നമ്മുടെ വർക്ക് തുടങ്ങി കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയും സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്നതോ അതല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ സീരീസ് കാണുന്നതോ അതോ അല്ലെങ്കിൽ വീഡിയോ ഗെയിംസ് കളിക്കുന്നതോ എല്ലാം തന്നെ നമ്മുടെ ഒരു ഡിസ്ട്രാക്ഷൻ ആയിരുന്നു എന്ന്. നമ്മൾ ഇതുപോലുള്ള ഡിസ്ട്രാക്ഷൻസ് എല്ലാം തന്നെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് തന്നെ നമ്മുടെ റിയാലിറ്റി ആയിട്ട് മാറും. സാധാരണ ആളുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരവരുടെ ലൈഫിൽ ഒരുപാട് ബോർഡായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ജീവിക്കാനായിട്ട് തന്നെ സാധിക്കുള്ളൂ. ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ലൈഫിൽ കൂടുതൽ ഫുൾഫിൽഡ് ആയിരിക്കും. കാരണം എന്താ, ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ഡിസ്ട്രാക്ഷൻസിനെയും ഒഴിവാക്കുകയാണ്, ലൈഫ് കൂടുതൽ അഡ്വഞ്ചറസ് ആക്കുകയാണ്, അതിനോടൊപ്പം തന്നെ നമ്മുടെ മണി പ്രോബ്ലംസിനെയും എലിമിനേറ്റ് ചെയ്യുകയാണ്. ഇതിൽ കൂടുതൽ എന്താ ആവശ്യമുള്ളത്? നമ്പർ 4, ഫാൻസി പർച്ചേസസ്. വെൽത്ത് ജനറേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആദ്യം തന്നെ ഒഴിവാക്കേണ്ട കാര്യമായിരിക്കും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. ഒരു തവണ സക്സസ്ഫുൾ ആയതിനു ശേഷം ഇതൊരു പക്ഷേ ചെയ്യാവുന്നതാണ്. അന്നേരം ഇതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. എന്നാൽ അതേസമയം തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരുപാട് ഷോപ്പിംഗ് ചെയ്യുക, റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഡിന്നർ കഴിക്കുക, ഇതെല്ലാം തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് തീർത്തും ഒഴിവാക്കേണ്ട ഒരു ഹാബിറ്റാണ്. ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറ് പുതിയത് വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിലും ഒന്നും കൂടി റീകൺസിഡർ ചെയ്യേണ്ട കാര്യമാണത്. ഒരു പുതിയ വാഹനം വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ഇനീഷ്യൽ പർച്ചേസ് കോസ്റ്റ് മാത്രമല്ല കൺസിഡർ ചെയ്യേണ്ടത്, അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ്, ഇൻസ്പെക്ഷൻ, ഇൻഷുറൻസ് ഇതെല്ലാം തന്നെ അതിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്. ഇനി ഒരു വാഹനം വാങ്ങിയേ സാധിക്കുമെന്നുണ്ടെങ്കിൽ യൂസ്ഡ് കാർ വാങ്ങുക, അതിനുശേഷം നല്ലൊരു പോയിൻ്റ് എത്തിയതിന് ശേഷം പുതിയത് വാങ്ങുക. നമ്പർ 3, സ്റ്റഡി പേ ചെക്ക്. ഒരു പുതിയ ബിസിനസ് ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി ആയിരിക്കില്ല നമ്മൾ ഏൺ ചെയ്യുന്നുണ്ടാവുക. അതൊരു പക്ഷേ ഓരോ മാസവും വളരെ വലിയ രീതിയിൽ തന്നെ വാരി ചെയ്യും. ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം അതിനനുസരിച്ച് നമ്മുടെ എക്സ്പെൻസസിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ തുടക്കത്തെ കാര്യങ്ങളാണ്. ബിസിനസ് ഗ്രോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി നമ്മുടെ മാറ്ററേ ആയിരിക്കില്ല. കാരണം നമ്മുടെ എക്സ്പെൻസസിനേക്കാൾ വളരെ മുകളിൽ എത്തിയിട്ടുണ്ടായിരിക്കും നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം. നമ്പർ 2, ലേൺ എ സ്കിൽ ആൻഡ് ഗെറ്റ് ഗുഡ് അറ്റ് ഇറ്റ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നാൽ ഒരു ഹൈ ഇൻകം ജോബിനേക്കാൾ നമുക്ക് കൂടുതൽ പേ ചെയ്ത് നൽകാനായിട്ട് സാധിക്കും ഒരു ഹൈ ഇൻകം സ്കില്ലിന്. ഇതിനർത്ഥം ഏതെങ്കിലും ഒരു സ്കില്ല് മാസ്റ്റർ ചെയ്തുകൊണ്ട് കൂടുതൽ വെൽത്ത് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതല്ല. ആ ഒരു സ്കില്ല് നമ്മൾ ഏത് സ്ഥലത്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് കൂടുതൽ മാറ്റർ ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, മാർക്കറ്റിംഗ് എന്നുള്ളത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സ്കില്ലാണ്. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരുപാട് രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള സ്കിൽസിനെ ഒന്നും തന്നെ ഒരു ജോലിയുടെ പോലെ കാണാനായിട്ട് പാടില്ല. അതായത് ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്ന്. അങ്ങനെ ഒരിക്കലുമല്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് തന്നെ സമയത്തിനനുസരിച്ച് വാരി ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. നമ്പർ 1, ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ മൈൻഡ്. ഒരാൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറാണ്. അയാളുടെ സാധനങ്ങൾ വാങ്ങാനായിട്ട് അയാൾ ഒരു കാർട്ട് എടുത്തു. അതിനുശേഷം ആ സൂപ്പർ മാർക്കറ്റ് മുഴുവൻ അയാൾ നടക്കുകയാണ്. അതിനുശേഷം അയാൾ പുറത്തിറങ്ങുന്ന സമയത്ത് അയാളുടെ ആ ഒരു കാർട്ടിൽ മുഴുവൻ സാധനങ്ങളായിരിക്കും. അയാൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അയാൾ വാങ്ങിച്ചു കൂടിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ചെയ്യുന്നത്? കാരണം എന്താണെന്നാൽ നമ്മുടെ ബ്രെയിനിലുള്ള ഭൂരിഭാഗം ഒപ്പീനിയൻസും നമ്മളുടേത് മാത്രമായിരിക്കില്ല. നമ്മുടെ എൻവയോൺമെൻറ്റ് തന്നെയായിരിക്കും നമ്മുടെ മൈൻഡിൽ ഇത് ഇൻജെക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓരോ തവണ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ TV കാണുമ്പോഴോ മറ്റുള്ള ആളുകളുമായി സംസാരിക്കുമ്പോഴോ ഈ സാഹചര്യങ്ങളിലെല്ലാം തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ പോലും അറിയാതെ കടന്നു ചെല്ലുന്നുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ കൂടുതലായിട്ടും ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ മൈൻഡിന് മേൽ നമുക്ക് എത്രത്തോളം കൺട്രോൾ ഉണ്ടെന്ന്. അൾട്ടിമേറ്റ്ലി നമ്മുടെ ഏറ്റവും വലിയ അസറ്റാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്മേൽ കുറച്ചൊന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണത് ചെയ്യാനായിട്ട് സാധിക്കുക? നല്ല നല്ല ഇൻഫർമേഷൻസ് ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്തുകൊണ്ട്, ഒരുപാട് നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട്, ഒരുപാട് നല്ല ഓട്ടോബയോഗ്രഫീസ് കേട്ടുകൊണ്ട്, ഈ രീതിയിലെല്ലാം തന്നെ നമുക്ക് സ്വയം ഇൻസ്പയർഡ് ആവാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എവിടേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു എൻവയോൺമെൻറ്റ് ആയിരിക്കും നമ്മളെ നമ്മുടെ ടാർഗറ്റിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് ടു ടേക്ക് പ്രൊഡക്റ്റീവ് ആക്ഷൻസ്. കൂടുതൽ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം. ടേക്ക് കെയർ.